കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ റെഡിയാക്കിയതിന് ശേഷം ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈൽ വർക്കേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം 3-4 ദിവസം നനച്ചു കൊടുത്ത് പിന്നെ ഗം ഉപയോഗിച്ച് പരിക്കിന് മുകളിൽ ഗം തേച്ച് ടൈലിന് മുകളിൽ ഗം തേച്ച് ടൈൽ ഫിക്സ് ചെയ്യാണ് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊക്കെ എളുപ്പ രീതിയിൽ ടൈൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പരിക്കിന് മുകളിൽ മാത്രം 15 mm തിക്നെസ്സിൽ പ്ലാസ്റ്റർ ചെയ്ത് ടൈലിൽ പ്ലാസ്റ്റർ ചെയ്യാതെ ടൈൽ ഫിക്സ് ചെയ്യുന്നൊരു ടൂളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് ബാക്കിയാണ്. നമ്മൾ ഈ ടൂളിനായി ആവശ്യത്തിന് 3-1.5 പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ടൂളിൻ്റെ നീളം 60 സെൻറ്റിയാണ്. പിന്നെ കുറുകെ ഒരു ചെറിയൊരു 6 ഇഞ്ച് വീതിക്ക് 2 തലയ്ക്കത്തിലും ഒരു പൈപ്പ് സ്പോട്ട് അടിച്ച് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഒരു ഭാഗത്തും പിടിപ്പിച്ചാണ് ടൂള് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ 3-1.5 ടാപ്പ് പൈപ്പ് എടുത്ത് അതിൻ്റെ ഒരു പകുതിയോളം കട്ട് ചെയ്ത് മാറ്റിയാണ് ഈ ടൂൾ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നമ്മൾ 15 mm തിക്നെസ്സിൽ പെൻസിൽ മാർക്ക് ചെയ്ത് ശേഷം 15 mm തിക്നെസ്സിൽ തന്നെ മാർക്ക് ചെയ്ത ശേഷം അത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു 15 mm തിക്നെസ് ഗമ്മ് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒന്നിടവിട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ റെഡിയാക്കിയതിന് ശേഷം കാണാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ കൈ പിടിച്ച് ഒരു ടൈല് അല്ലെങ്കിൽ തറയിൽ പ്രതലത്തിലൂടെ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ, അതായത് നല്ല ലൂസാക്കി വേണം നമ്മൾ ഗമ്മ് മിക്സ് ചെയ്ത് വലിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പരിക്കനാകുമ്പോഴത്തേക്ക് അതിന് മുകളിൽ അത്യാവശ്യം വലിക്കാനുള്ള ലൂസ് വേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് പരുക്കൻ്റെ മുകളിൽ ഗമ്മ് ഇതേപോലെ വലിച്ച് ക്ലിയറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ടൈലിലായാലും പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കയ്യിലോ ഗമ്മൊന്നും പറ്റാതെ ടൈലിൽ ഫുള്ളായിട്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് ക്ലിയറാക്കി ഫ്ലോറ് ലേ ചെയ്യാനായിട്ട്. കാണാം, ഒരു ചെറിയൊരു പ്രശ്നം പോലുമില്ല. നമുക്ക് ഡബിൾ ലെയർ, അതായത് ടൈലിലും പരിക്കനിലും ഗമ്മ് ഫിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഫ്ലോറിൽ മാത്രം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടൈല് ഫിക്സ് ചെയ്യാനായിട്ട് ഈ ടൂൾ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.